Good morning. Morning, Morning, miss. ma'am. Morning, ma'am. Good morning. Okay. ആരാ പ്രയർ ചെയ്യുന്നേ? ഒരാളൊന്ന് പ്രയർ ചെയ്തേ. പ്രയർ ആരാ റെഡി ആയിട്ടിരിക്കുന്നേ ചെയ്യാനായിട്ട്? അഫ്ന മോൾ. യെസ് മാം, ഒരു 5 മിനിറ്റ് പറയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മാം ഞാൻ ചെയ്തേ. ചെയ്തോളൂ. പ്രിയ ആരായാലും ചെയ്തോളൂ. Heavenly Father, as I start this day, I come before you with a heart of gratitude and thanksgiving. Thank you for the gift of life and for the many blessings and opportunities. I pray for wisdom to make the right choice and decision throughout the day. Amen. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ക്ലാസ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ? അത് ഫിനിഷ് ചെയ്തു അല്ലെ? ഇനി നമ്മള് അടുത്ത ചാപ്റ്ററിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 5 ആണ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. PDF കാണുന്നുണ്ടോ? നിങ്ങൾ നോട്ട്സ് കാണുന്നുണ്ടോ സ്ക്രീനില്? യെസ് മാം. ഓക്കെ, കാണുന്നുണ്ട് അല്ലെ? ഓക്കെ. ഇപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ലാംഗ്വേജ് വിച്ച് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഡിസ്റ്റിങ്വിഷസ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അതർ അനിമൽസ്. മറ്റ് അനിമൽസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് എന്താ പറയാ മറ്റ് മൃഗങ്ങളിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യനുള്ള പ്രത്യേക കഴിവാണെന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ, ഭാഷ എന്ന് പറയുന്നത്. ലാംഗ്വേജ് നമ്മള് ഉപയോഗിക്കുന്നത് അല്ലെ, വേർഡ്സുകളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മള് തമ്മിൽ നടത്തുന്നത് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഞാനും സംസാരിക്കുന്നു, നിങ്ങളും സംസാരിക്കുന്നു അല്ലെ. മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഒരു കുഞ്ഞ് ജനിക്കുന്നത്, അതായത് ഒരു കുഞ്ഞിന്റെ ജനനശേഷം മുതൽ ആ കുഞ്ഞിന് എന്താണ്, ആ കുഞ്ഞിന്റെ ആ ഒരു വളർച്ചയില് ഡെവലപ്മെന്റില് ലാംഗ്വേജസ് എങ്ങനെയാണ് അവൻ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ എന്താണെന്ന്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ, ഭാഷാ വികസനം. അതായത് ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ അവന്റെ ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഡെവലപ്മെന്റ്, ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ആ ഒരു കുഞ്ഞിന് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു PDF നോട്ട്സ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു ടേബിൾ ആണ്. ആ ടേബിൾ എന്ന് പറയുന്നത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. ഒരു കുഞ്ഞിന്റെ ജനന സമയം മുതൽ കുഞ്ഞിന് 5 വയസ്സാകുന്നത് വരെയുള്ള അവന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ഓരോ വാക്കുകൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്കും പരിചിതമായിരിക്കുള്ളൂ. കാരണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉള്ളതാണ്. നിങ്ങളും കണ്ടുവന്നിട്ടുള്ളത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഓരോ വാക്കുകള് അവന്റെ വളർച്ചാ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് മ്യൂട്ട് ആക്കുവാണ് ഞാൻ.
ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഒന്ന് നോക്കിക്കേ, സ്ക്രീനിലോട്ട് നോക്കിക്കേ, ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. ഓക്കെ. അപ്പോ നമ്മൾ ഈ ഒരു ടേബിള് മൊത്തം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു PDF നോട്ടിലോട്ട് വരാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു ടേബിള് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൈൽ സ്റ്റോൺസ് റിലേറ്റഡ് ടു സ്പീച്ച് ആൻഡ് ലാംഗ്വേജസ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ബർത്ത് ടു 5 months. ഓക്കെ, അതായത് കുഞ്ഞ് ജനിച്ച് കുഞ്ഞ് ജനിച്ച് 5 മാസം വരെ കുഞ്ഞിനുണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, കൂസ്. കൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് കൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ? മിസ് പേജ് നമ്പർ ഒന്ന് പറയാവോ? എന്താ പേജ് നമ്പർ ഒന്ന് പറയാവോ? നമ്മളെ പേജ് നമ്പർ അല്ല കേട്ടോ ഇത് നമ്മുടെ PDF ഉള്ള കാര്യമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണത് കേട്ടോ. ഓക്കെ ഓക്കെ, കൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂസ് ആർക്കെങ്കിലും അറിയോ? എന്തെങ്കിലും വോയിസ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ? നമുക്കറിയാം കുഞ്ഞു കുട്ടികളാകുമ്പോൾ ജനിച്ച ആ ഒരു സമയത്താണെങ്കിൽ ചെറിയ ചെറിയ ഒരു പരിങ്ങലോട് കൂടിയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടാക്കും അല്ലെ? കുഞ്ഞു സൗണ്ട് ആയിരിക്കുള്ളൂ. തീരെ സ്മോൾ ആയിട്ട് എന്ത് ചെയ്യും അവര്? വോയിസസ് പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങും അല്ലെ? അതിനെയാണ് എന്താ പറയുന്നത്? കൂസ് എന്ന് പറയുന്നത്. ഓക്കെ, vocalize Okay, so vocalize pleasure and displeasure sounds differently, laughs, giggle, cry or fuses, makes noise when talked to. എന്താണ്? അതായത് സന്തോഷവും എന്താ പറയാ, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള ഒരു സമയത്താണെങ്കിലും അവരെന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ആയിട്ട് വോക്കലുകള് പുറപ്പെടുവിക്കുന്നു, ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, കുഞ്ഞിനിപ്പോ ഭയങ്കരമായിട്ട് കുഞ്ഞിനിപ്പോ വിശക്കുകയാണെങ്കിൽ, ജനിച്ച് ആ ഒരു സമയത്തുള്ള കുഞ്ഞിന്റെ കാര്യമുണ്ട് ഞാൻ പറയുന്നേ, ആ ഒരു സമയം തുടങ്ങി ഒരു 5 months 5 മാസം വരെയുള്ള കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞിന് വിശക്കൊക്കെ ആണെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് കരയാനായിട്ട് തുടങ്ങും അല്ലെ? ഓക്കെ, ഇനി നമ്മൾ ആ കുഞ്ഞിന് എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും ടോയ്സ് ഒക്കെ എന്താണ് കാണിക്കുവാണെങ്കിൽ കുഞ്ഞ് ചിലപ്പോ ചിരിക്കും അല്ലെ? ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഉറക്കത്തിൽ സ്ലീപ്പിൽ എന്ത് ചെയ്യും? കുഞ്ഞ് ചിരിക്കുന്നതായിട്ട് ശബ്ദം ഉണ്ടാക്കും അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നിങ്ങളുടെ കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞ് വെറുതെ കിടന്ന് ചിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വിശക്കുന്ന സമയത്താണെങ്കിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? കരയുന്നുണ്ടാവും. അപ്പൊ അവന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഫീലിങ്സ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വോയിസസ് എന്ത് ചെയ്യുന്നത്? കുട്ടി ഉണ്ടാക്കുന്നത്. സംസാരിക്കാനായിട്ട് കുട്ടിക്ക് അറിയുന്നില്ലല്ലോ, ആ ഒരു സ്റ്റേജിൽ എന്ത് പറ്റില്ല? കുട്ടിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പോ അവന്റെ ഫീലിങ്സ് അതായത് അമ്മയെ അറിയിക്കാൻ വേണ്ടിയിട്ട് പല പല ശബ്ദങ്ങള് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുഞ്ഞിനോട് ഇപ്പോ എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മൾ കുഞ്ഞിനെ ഓമനിക്കില്ലേ? ആ സമയത്ത് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളോട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയണം എന്നാ പറയുന്നത്. എന്തെങ്കിലും വർത്താനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങളാണെങ്കിൽ, അതായത് ഈ 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ചിലപ്പോ എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാക്കും. നമ്മൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യും? അവര് മനസ്സിലായി എന്നുള്ളതിന് സൈൻ ആയിട്ട് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിരിക്കും, കരയും, അങ്ങനെ എന്താണ് ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും, അതായത് 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ കൂടുതലും ശബ്ദങ്ങളാണ് കൂടുതലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. വിശക്കുമ്പോഴോ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴൊക്കെ കൂടുതലും ശബ്ദങ്ങളാണ് ഉണ്ടാക്കാനായിട്ട് ഇതാവുക കേട്ടോ. ചെറിയ ചില ശബ്ദങ്ങളോട് കൂടിയാണ് ആദ്യം തുടങ്ങുന്നത്. കുഞ്ഞ് ജനിക്കുന്ന സമയത്താണെങ്കിൽ ഒരു പരിങ്ങലാണ് ഉണ്ടാവുക. വളരെ സ്മോൾ ആയിട്ടുള്ള ശബ്ദമാണ്. ഒരു എന്താ പറയാ, മൂളൽ എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെയാണ് കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മൂളലായിരിക്കില്ല ആദ്യം ഉണ്ടാവുക.
കരച്ചിലിന്റെ കൂട്ടത്തിൽ മൂളലായിരിക്കും അല്ലെ, കരയും, നന്നായിട്ട് കരയും കുഞ്ഞ്. കരച്ചിലിന് ഭയങ്കര ഇതായിരിക്കുള്ളൂ, ശബ്ദം കൂടുതലായിരിക്കുള്ളൂ. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് എന്താ മൂളൽ എന്ന് പറയുന്നത്. പരിങ്ങൽ എന്നൊക്കെ പറയും അല്ലെ. ഇപ്പോ എന്താ പറയാ, ഉറക്കം വരുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ മൂളലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ പറയാത്ത കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാരൊക്കെയോ ഇതിനകത്ത്? തീരെ ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരാരെങ്കിലും ഉണ്ടോ? 1 വയസ്സ് പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ടോ? ജസീന, ജസീന. യെസ് മാം. കുഞ്ഞിന് എത്രയായി, എത്ര മാസമായി, എത്ര വയസ്സായി? 1 വയസ്സായി. 1 വയസ്സായി അല്ലെ. എങ്ങനെയായിരുന്നു 1 വയസ്സിന്റെ കാര്യമല്ല കേട്ടോ ഞാനിപ്പോ ചോദിക്കുന്നത്. 1 വയസ്സിന്റെ കാര്യം നമുക്ക് വരുന്നുണ്ട്, അപ്പൊ ഡിസ്കസ് ചെയ്യാം. കുഞ്ഞിന്, അതായത് കുഞ്ഞ് ജനിച്ച് അന്ന് മുതല് കുഞ്ഞിന് 5 മാസം പ്രായമാകുന്നത് വരെ എങ്ങനെയായിരുന്നു? നമ്മൾ അവന്റെ അടുത്ത് സംസാരിച്ചോണ്ട്, നമ്മളിങ്ങനെ അവന്റെ അടുത്ത് സംസാരിക്കുമ്പോ നമ്മളോട് തിരിച്ചതേ മാതിരി എന്തൊക്കെയോ സംസാരിക്കുവന്. പിന്നെ പിന്നെ നമ്മള് എന്താ പറയാ, ഓരോ പേഴ്സൺസിനെ തിരിച്ചറിയാനൊക്കെ പ്രത്യേക ഒരു തരം കഴിവ് കാണിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഫാദർ ആയിക്കോട്ടെ, മദർ ആയിക്കോട്ടെ, ഗ്രാൻഡ് മദർ ആയിക്കോട്ടെ, അവരൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാം അവനക്ക്. അവരോട് കൂടുതൽ ഒരു അട്രാക്ഷൻ കാണിക്കും. പിന്നെ നമ്മൾക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് അവനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു കരയുന്ന പോലെ സിംറ്റം ഉണ്ടാക്കും. ഒരു പ്രത്യേക തരം കരച്ചിൽ പോലെ കാണിക്കും അവനക്ക്. പ്രത്യേകതരം കരച്ചിൽ പോലെ ഒരു സൈൻ കാണിക്കുക അല്ലെ. അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ വെള്ളത്തിന് ദാഹിച്ചിട്ടാണ് അവനെ ഒരു ശബ്ദം ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലെ. ഓക്കെ ഓക്കെ ഓക്കെ. 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ അവർക്ക് ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. അമ്മയുടെ മുലപ്പാല് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സമയത്ത് കൊടുക്കുക അല്ലെ. കൂടുതലും കുഞ്ഞുങ്ങള് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് വിശക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വയ്യാതാവുമ്പോഴല്ലേ, എന്തെങ്കിലും അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതവര് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാ? കരച്ചിലൂടെയാണല്ലോ പ്രകടിപ്പിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് പറയാനായിട്ട് സാധിക്കോ? കുഞ്ഞിന് പെട്ടെന്ന് ഒരു പനി വരികയാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ഭയങ്കരമായിട്ട് വയറുവേദനയൊക്കെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞിനത് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ കുഞ്ഞ് എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുന്നത്? ഭയങ്കരമായിട്ട് നിരോധിക്കും അല്ലെ, ഭയങ്കരമായിട്ട് കരച്ചില് ഉണ്ടാക്കും. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ പാല് കുടിക്കാനായിട്ട് താല്പര്യപ്പെടില്ല, പാല് കുടിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കുമ്പോഴാണ് നമ്മൾ കുഞ്ഞിന് എന്ത് ചെയ്യുന്നത്? വേഗം ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുളിപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചില കുഞ്ഞുങ്ങള് കുളിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കുള്ളൂ. കരച്ചിൽ നിർത്താത്ത കുഞ്ഞുങ്ങളുണ്ട് അവരെ കുളിപ്പിക്കുന്ന സമയത്ത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവരവരുടെ ഫീലിങ്സ് ഓരോ കാര്യത്തിലൂടെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഒരു ഏജിലുള്ള, അതായത് 5 months പ്രായമുള്ള കുട്ടികൾ ആരെങ്കിലും ഉള്ള അമ്മമാരുടെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? മിസ്സേ, ടൈമില് ചെറുതായിരിക്കും പെട്ടെന്ന് ഉറക്കം കണ്ണിങ്ങനെ തിരുമും. കണ്ണിന്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ തിരിട്ട് മുഖം, നമുക്കറിയാം കണ്ണിങ്ങനെ താണു പോകും ടൈമില്. മിസ്സിന് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവർക്ക് പനിയൊക്കെ വരുന്ന ടൈമില് ചെവി ആ ഒരു സൈഡ് ഇങ്ങനെ തട്ടി കരയും. തലവേദന അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ ചെവി ഒരു ഭാഗത്തായിരിക്കും അവർ കൂടുതൽ തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ. ഇവിടെ എന്റെ കൊച്ചു അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവനെ പനി അങ്ങനെ വരുമ്പോ ഈ ഒരു മുഖത്തിന്റെ സൈഡിൽ ഇങ്ങനെ കൈയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടും. തലവേദന വരണൊക്കെ ടൈമില് അങ്ങനെ തട്ടിയിട്ട് കരയുമായിരുന്നു അല്ലേ. ഓക്കെ 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 ഓക്കെ. ഇനി ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കളിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? അവരെങ്ങനെയാ കളിക്കുന്നേ? കളിക്കില്ലേ അവര്? ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്തൊക്കെ കളിക്കില്ലേ അവര്? 2 കാല് കൂട്ടിയിട്ട് അടിച്ചിട്ട് തളയുണ്ടെങ്കിൽ ആ സാധനം തമ്മില് തട്ടി ഇങ്ങനെ കളിക്കും. പിന്നെ കൈ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നോക്കും. ഒരുമിച്ച് ഇങ്ങനെ അത് കൊണ്ടുവന്ന് പിടിക്കാൻ നോക്കണ പോലെ ഒരു ഇത് കാണിക്കും. 2 കാലും മുകളിലോട്ട് ആക്കിയിട്ട് തട്ടി കളിക്കും. അതുപോലെ തന്നെ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട്
അവരുടെ കാഴ്ച എപ്പോൾ അങ്ങോട്ടായിരിക്കും? അവര് നോക്കുന്നത് എങ്ങോട്ടായിരിക്കും കൂടുതല്? ഫാനിന്റെ മേലേക്ക് നോക്കുന്നേ. ഫാനിന്റെ മേലേക്ക് ആ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അനങ്ങണ സാധനങ്ങളുണ്ടാവും, ഈ കലണ്ടർ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ കൈ വായുടെ അവിടെ കൊണ്ടുവന്ന് വെറുതെ ശബ്ദങ്ങൾ ഉണ്ടാക്കാറില്ലേ കളിക്കുന്ന കൂട്ടത്തില്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നേ, അവരവരുടെ ഫീലിങ്സുകളൊക്കെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഒന്ന് എഴുതി എടുത്തു എല്ലാവരും പെട്ടെന്ന്. എഴുതി എടുക്കുന്നുണ്ടോ? ഒന്ന് എഴുതി എടുക്കും കേട്ടോ അത്. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 6 to 11 months, അതായത് 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള കുട്ടികളിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താ പറയുന്നത് അവിടെ? ഒരാളൊന്ന് പറഞ്ഞു എന്നോട്, ഒരാൾ പറഞ്ഞു ജിസ്മോൻ ജോൺസി, ജിംസൺ ജോൺസി. ആളുണ്ടോ അവിടെ? ഞാൻ പുറത്താണ്, ഞാൻ ക്ലാസ് വെറുതെ കേൾക്കുന്നേ ഉള്ളൂ, എഴുതിയെടുക്കണമെന്നില്ല, സ്ക്രീൻഷോട്ടാണ് എടുത്തു വെച്ചിരുന്നത്. ഓക്കെ ഓക്കെ, വേറെ ആരാ പറയാന്ന്? ആരാ പറയാ? ഒരാളൊന്ന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് സ്ക്രീൻ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. മാം ഞാൻ പറയാം. ഓക്കെ, അന്നാറോയ് പറഞ്ഞോളൂ. അന്നാറോയ് അണ്ടർസ്റ്റാൻഡ്സ് നോ നോ. അവര് നോ നോ എന്ന് പറയാനായിട്ട് തുടങ്ങും, ഇങ്ങനെ തലോണ്ട് ആട്ടിയിട്ട്, തലയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങും. പിന്നെ ബാബിൾസ് സേയ്സ് ബാ 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 എന്നുള്ള ഒരു സൗണ്ട് ഒക്കെ ഉണ്ടാക്കും വായ കൊണ്ട്. പിന്നെ സേയ്സ് മാ മാ അമ്മ എന്നൊക്കെ വിളിക്കാനുള്ള തുടക്കത്തില് മാ മാ എന്നുള്ള സൗണ്ട്, ഡാ ഡാ അങ്ങനെ ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് ബൈ ആക്ഷൻസ് ഓർ ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങും. ആക്ഷൻസുകള്, ആംഗ്യങ്ങള് ഒക്കെ കാണിക്കാൻ തുടങ്ങും. പിന്നെ ട്രൈസ് ടു റിപ്പീറ്റ് യുവർ സൗണ്ട്സുകൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കാൻ തുടങ്ങും, ആവർത്തിച്ച്. പിന്നെ സേസ് ഫസ്റ്റ് വേർഡ്, അമ്മ എന്നുള്ള വാക്കൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും ആ സമയങ്ങളിൽ. ക്ലിയർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് നോ നോ എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. എങ്ങനെയാണ് നോ നോ എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുക? അതായത് നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഫുഡ് കൊടുക്കാനായിട്ട്, കുഞ്ഞിന് എന്തെങ്കിലും കുറുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് തട്ടിക്കളയാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അത് വേണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, അത് ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് അവർക്ക് പറയാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും അത് വേണ്ട എന്നുള്ള ആ ഒരു അവരുടെ ഫീലിംഗ് പുറത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ചിലപ്പോ തട്ടിക്കളയാൻ, അതായത് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോഴായിരിക്കും വായോട് ചേർത്ത് ആട്ടി
ആ കുറുക്ക് അല്ലെങ്കിൽ ആ ഒരു ടീസ്പൂൺ നമ്മൾ കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ തട്ടിക്കളയുന്നത്. അപ്പൊ എന്താണ് അത് എനിക്ക് വേണ്ട എന്ന് അവർ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാണ് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെയാണ് എന്ത് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ്സ്, നോ നോ. Then Babel says ba ba ba, says mama or dada without meaning. അതായത് അർത്ഥം എന്തെന്ന് അറിയാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ബാ ബാ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മാമ ഡാഡ, അച്ഛനെയും അമ്മയൊക്കെ ആദ്യമായിട്ട് വിളിക്കുന്നത് അച്ഛൻ അമ്മ എന്നായിരിക്കില്ല, അല്ലെങ്കിൽ പപ്പ മമ്മ എന്നായിരിക്കില്ല, അല്ലെങ്കിൽ ഡാഡി മമ്മി എന്നായിരിക്കില്ല. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഡാഡ അങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ലെറ്ററുകളാണ് എന്ത് ചെയ്യുക കുഞ്ഞ് യൂസ് ചെയ്യുക. അർത്ഥം അറിയില്ല കേട്ടോ, അവർക്ക് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള വോയിസസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ആ വേർഡ്സ് ആ ലെറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഇപ്പോ ഒരു ഫാമിലിയിലുള്ള ഒരു കുഞ്ഞ് ആ ഒരു ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിനോട്, അച്ഛനോടായിക്കോട്ടെ, അമ്മയോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോട് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻസ് ഉപയോഗിക്കുന്നു, ആംഗ്യങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. ആംഗ്യങ്ങൾ, ആക്ഷൻസ് കാണിച്ചിട്ടാണ് അവർ ഓരോന്നും ആവശ്യപ്പെടുന്നത്. ഇപ്പൊ അവർക്കൊരു ടോയ് വേണമെന്ന് കരുതുക, ആ ടോയ് ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ചിലപ്പോൾ ബർത്തിന്റെ മുകളിലായിരിക്കും ഇരിക്കുന്നത്, ഏറ്റവും മുകളിലാണ്. അപ്പൊ കുട്ടിക്ക് അത് വേണമെങ്കിൽ കുട്ടി എന്ത് ചെയ്യില്ല, എനിക്കത് വേണം എന്ന് പറയാൻ കുട്ടി ആയിട്ടില്ല, കംപ്ലീറ്റ് സെന്റൻസ് കുട്ടിക്ക് പറയാനായിട്ട് പറ്റില്ല ആ ഒരു ടൈമില്. പകരം കുട്ടി എന്ത് ചെയ്യും, ആക്ഷൻ കാണിക്കും. അതായത് ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കും, എനിക്കത് വേണം എന്ന് എന്ത് ചെയ്യും കുട്ടി ചൂണ്ടിക്കാണിക്കാണ് ഉണ്ടാവുക. ഓക്കെ. അതുപോലെ തന്നെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ, എന്തെങ്കിലും ഫുഡ്സ് ഒക്കെ ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ കുട്ടിക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്ത് ചെയ്യും, അത് കാണിക്കും, ചൂണ്ടിക്കാണിക്കും. അപ്പൊ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ, കുഞ്ഞിനത് വേണം എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇനി ഒരു സൗണ്ട് തന്നെ, ഇത് കോമൺ ആയിട്ട് കാണുന്ന കാര്യം തന്നെയാണ്. പല സൗണ്ട്സ്, അതായത് കുട്ടിയുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സൗണ്ട്സ്, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനമ്മമാർ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ എന്താണ് കുട്ടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ കുട്ടിയുടെ വീട്ടില് ഒരു ഡോഗ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കൗ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെയൊക്കെ പേരുകള് ആവർത്തിച്ച് എന്ത് ചെയ്യുന്നു, കുട്ടി പറയാനായിട്ട് തുടങ്ങുന്നു. ചിലപ്പോൾ പശു എന്നായിരിക്കില്ല പറയുന്നത് കേട്ടോ, വേറെ എന്തെങ്കിലും വേർഡ്സുകളോ മറ്റോ ആയിരിക്കും പറയുന്നത്. ഇനി ഡോഗ് എന്നൊക്കെ ആണെങ്കിൽ ബൗ ബൗ എന്നുള്ള സൗണ്ട് ഒക്കെ ആയിരിക്കും കുട്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സൗണ്ട്സും കാര്യങ്ങളും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് കുട്ടി തുടങ്ങുന്നുണ്ട്. ദെൻ ഫസ്റ്റ് വേർഡ്, അതായത് ഒരു വേർഡ് മൊത്തമായിട്ട് പറയാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു 11 months ലാസ്റ്റ്, അതായത് കുട്ടിക്ക് 1 വയസ്സ് ആവാറാകുന്നതിന് മുമ്പാണ് കേട്ടോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് പറയാനായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ കേട്ടോ. 1 വയസ്സായ കുട്ടിയുള്ള 1 വയസ്സ്, ജസീന അല്ലേ, ജസീന അല്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ജസീന, ആ മോളെ, ഇത് 6 to 6 to 11 months ആണ്. ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ, എങ്ങനെയാ കുട്ടി? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ എന്നത് കറക്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നേരത്തെ പറഞ്ഞ പോലത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. കുറച്ചും കൂടി എന്താ പറയാ, ഒരു 6th month മുതൽ നമ്മളിപ്പോ ഫീഡിങ് ബോട്ടിൽ ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്തെങ്കിലും അപ്പൊ വെള്ളമൊക്കെ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് തന്നെ അത് കൈ വെച്ചിട്ട് ഒറ്റയ്ക്ക് തന്നെ കുടിക്കും. കൈ വെച്ചിട്ട് തന്നെ ചെരിച്ച് പിടിച്ചിട്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ കുടിക്കും. പിന്നെ പറഞ്ഞാല് ഓരോരോ ആൾക്കാരെയും നല്ലോണം അറിയാനുള്ളൊരു ഇതുണ്ട്. പിന്നെ കൂടുതലായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കും. പിന്നെ ആദ്യമൊക്കെ മെഡിസിൻ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഈ 3 to 6 months വരെ അവർക്ക് മെഡിസിൻസ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അത് കഴിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല, നേരത്തെ നോ നോ എന്ന് പറയുന്ന പോലെ ഒരു സിംറ്റംസ് കാണിക്കും.
ഇപ്പൊ മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ അവന് പറഞ്ഞ് ഇപ്പൊ മെഡിസിൻസ് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ക്ലാപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. പിന്നെ അത് പറയാനുള്ളത് കൂടുതലും എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് കുഞ്ഞ്? ജിസിനോട് ഇപ്പൊ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുക? കൂടുതൽ അത് ചൂണ്ടിക്കാണിക്കുകയാണോ ചെയ്യുന്നത്? ചൂണ്ടിക്കാണിക്കും. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ശബ്ദം ഉണ്ടാക്കും. കരച്ചിലല്ല, ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പൊ അവനക്കും അത് വേണം എന്നുള്ളതൊരു നമുക്കത് മനസ്സിലാവും പെട്ടെന്ന്. മനസ്സിലാവും. നമ്മൾ കഴിക്കുന്നതാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മള് മൗത്തിലേക്ക് അത് നോക്കിക്കൊണ്ടിരിക്കും. അത് വേണ്ടത് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഇനി നേരത്തെ ദിവ്യ രാജേഷ് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പ്രായമുള്ള പിള്ളേര് ഈ എടുക്കാൻ വേണ്ടി കയ്യും കാലൊക്കെ ഇട്ട് അടിച്ചിട്ട് ചിരിച്ചോണ്ട് ഒരു സൈസ് ഒച്ചയൊക്കെ കേൾപ്പിക്കും. ആരെങ്കിലും അടുത്തോടെ പോകുമ്പോ അവർ എടുക്കാൻ വേണ്ടിട്ട് ക്ലിയർ ആവുന്നില്ല. കയ്യും കാലൊക്കെ ഇട്ട് അടിച്ചിട്ട് ഒരു സൈസ് ഒച്ച കേൾപ്പിക്കും ചിരിച്ചോണ്ട്. സൗണ്ട്സ് ഉണ്ടാക്കും അല്ലെ? ഓക്കെ ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിളിക്കുന്നത് ചെറുപ്പത്തിലേക്ക്? അതായത് മാമ, ഇതിവിടെ പറയുന്ന പോലെ ഡാഡ, എങ്ങനെയായിരുന്നു ആ ശബ്ദം ആദ്യമായിട്ട് നിങ്ങളെ കുഞ്ഞു വിളിച്ച? എങ്ങനെയായിരുന്നു? മാന്നായിരുന്നോ? എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മിസ്സേ, എന്റെ മോള് ആദ്യം അച്ഛനാണ് വിളിച്ചത്. അനുഗ്രഹ PV. എന്റെ മോൾക്ക് ഇപ്പൊ 1.5 വയസ്സായി മിസ്. അപ്പൊ അവള് ആദ്യം അച്ഛാന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ആയും കൂട്ടിച്ചേർന്ന് അച്ഛാന്നാണ് അവളുടെ ഫസ്റ്റ് വേർഡ് ആയിരുന്നത്. അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടാണ് അവൾ അമ്മാന്ന് വിളിച്ചത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അമ്മാന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് അവൾ അമ്മാന്ന് വിളിച്ചത്. ഇപ്പൊ എല്ലാം അമ്മയാണ്. പിന്നെ അതുപോലെ ഇവിടെ നാത്തൂന്റെ കുട്ടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവൻ വിളിക്കണ മാതിരി ഇപ്പൊ എന്നെ അമ്മായിന്നാണ് വിളിക്കുക. 1.5 വയസ്സായിട്ടുള്ളൂ അവൾക്ക്. അപ്പൊ അമ്മയും പോയി അമ്മായിയായി മാറിയത്. ഓക്കെ ഓക്കെ ഓക്കെ. ലിമി മെജോ, ലിമി ഒന്ന് പറഞ്ഞേ. ലിമി ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട്. ലിമി ഉണ്ടോ ഇവിടെ? ഷെയർ ചെയ്യാട്ടോ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്റെ മൂത്ത മകൻ അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ മകനാണ് മൂത്തവനെ കണ്ടു പഠിച്ചിട്ട് അവൻ പറയാൻ തുടങ്ങിയത്. മൂത്തവനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാമ അങ്ങനെയൊന്നും അധികം പറയില്ല. മൂത്തവനെ കണ്ടിട്ട് രണ്ടാമത്തവൻ പെട്ടെന്ന് 6 മാസത്തിനുള്ളില് പറയാൻ തുടങ്ങി. മൂത്തവന്റെ കണ്ടിട്ടാണ് എല്ലാം ഇപ്പൊ കണ്ടുപഠിച്ചിട്ട്. അവന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് പേടിക്കാനൊന്നുമില്ല. മൂത്തവൻ അങ്ങനെ വീണ്ടും പറിച്ചിട്ടൊന്നുമില്ല. അവൻ ചെറുതിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അങ്ങനെയാണ് അല്ലേ? അങ്ങനെയാണ്. ഓക്കെ. മുമീന പറഞ്ഞോളൂ, എന്താ പറയാനുള്ളേ? അവരിങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് അവര് കാലിങ്ങനെ കൊച്ചി കണ്ടല് പൊക്കിയിട്ട് ഇങ്ങനെ കൊതിച്ചോണ്ടിരിക്കും നമ്മളെ കാണുമ്പോ. ആൾക്കാർ അങ്ങോട്ട് കൂടെ നടക്കുമ്പോ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ എന്റെ മോൻ ചെയ്തായിരുന്നു. കണ്ടലെന്ന് പറഞ്ഞ കാലാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെ കയ്യോ? എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മുടെ ഈ നടുഭാഗല്ലേ, ശരീരത്തിന്റെ നടുഭാഗം പൊക്കിയിട്ട് ഇങ്ങനെ കൊതിക്കും. അങ്ങനെ കുതിക്കും അല്ലെ? അങ്ങനെ മേലേക്ക് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കും എടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി ആർക്കാ പറയാനുള്ള? കണ്ട പല കുഞ്ഞുങ്ങൾക്കും പലവിധ ആക്ഷൻസ് ആണുള്ളത്. ഒരു കുഞ്ഞിന് പോലെ ആയിരിക്കില്ല മറ്റു കുഞ്ഞുങ്ങൾക്ക്. പറഞ്ഞോളൂ. എന്റെ മോനിപ്പം 1 വയസ്സ് കഴിഞ്ഞ്. അവനാന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചിയാന്നുണ്ടെങ്കിൽ മോടെ പേര് നെച്ചു എന്നാ. അവളെ വിളിക്കുന്നത് ചൂ ബ. അങ്ങനെ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് എവിടെങ്കിലും എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ കളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ച് ബാ എന്ന് പറഞ്ഞ് നിൽക്കും. കൊണ്ടുവന്നതിലും ആവശ്യം ഉണ്ടെങ്കിൽ കൈ ചൂണ്ടിയൊക്കെ കാണിക്കും. അങ്ങനെ. പിന്നെ മൂത്ത ചേച്ചിയെ വിളിക്കുന്ന ലുലു എന്നാ അവളെ വിളിക്കുന്നത്. അവള് ലു ഒരു വാക്ക് മാത്രമേ പറയത്തുള്ളൂ, ലു അത്രേ പറയത്തുള്ളൂ. ഇനി ആരാണ് പറയാനുള്ളത്? എന്റെ മോനും അങ്ങനെയായിരുന്നു. ചെറുതായിരിക്കുന്ന സമയത്ത് മൂത്ത ആളെ ഞങ്ങളെ വീട്ടില് ജിത്തു എന്നാ വിളിക്കുക.
അപ്പോ ഇവൻ ജനിച്ചതിന് ശേഷം ഇവൻ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് ജിത്തു ജിത്തു, ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് കേട്ടിട്ട് 3 മാസം ഉള്ളപ്പോൾ മുതൽ അവൻ ഉഗ്ഗു ഉഗ്ഗു അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല അത് എന്താ ഇങ്ങനെ പറയണം എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ആണെന്നാണ് കരുതിയത്. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ അവനെ ജിത്തു എന്ന് വിളിക്കണ കേട്ടിട്ട് ഇവന് ഉടനെ തന്നെ ഇവൻ ഉഗ്ഗു ഉഗ്ഗു അങ്ങനെ കുറേ നേരം അപ്പോഴാണ് അപ്പൊ ഞങ്ങൾ വിളിക്കുമ്പൊക്കെ ഇവനും അതുപോലെ തന്നെ ഉഗ്ഗു ഉഗ്ഗു ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് പറയാൻ തുടങ്ങിയത് ഏട്ടന്റെ പേരാണ്. അങ്ങനെതാ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ അച്ഛ എന്നുള്ള വാക്കാണ് ആദ്യം പറഞ്ഞത്. കരയുമ്പോഴൊക്കെ അച്ഛ അച്ഛ എന്ന് വിളിച്ചിട്ടാ കരയുക, അമ്മ എന്ന് പറയുകയേ ഇല്ലായിരുന്നു. അച്ഛ അച്ഛ എന്ന് വിളിച്ചിട്ടായിരുന്നു കരയുക. അതൊക്കെ കഴിഞ്ഞ് ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്ന് പറയാൻ തുടങ്ങിയത്. അതുവരെ അച്ഛ അല്ലെങ്കിൽ ഏട്ടന്റെ പേര് പറഞ്ഞിട്ട് കരയും. കരച്ചിലൊക്കെ വരുമ്പോ അങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മളിങ്ങനെ കിടത്തിയിട്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫാന് കറങ്ങണത് കണ്ടിട്ട് 2 കൈയും കാലൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് അതിനോട് ഭയങ്കര വർത്തമാനമായിരിക്കും. ആ ഫാന് കറങ്ങുന്ന സമയത്ത് ഭയങ്കര വർത്തമാനമായിരിക്കും, ഭയങ്കര ചിരിയായിരിക്കും, കളിയായിരിക്കും. നമ്മളിപ്പോ ആരോടാ നോക്കണമെന്ന് വെച്ചപ്പോ ഫാനിൽ നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ ഭയങ്കര എടുത്ത് ചാടും ഒക്കെ ചെയ്യും. കിടത്തി കഴിഞ്ഞാൽ കറണ്ടോ മറ്റോ പോയി ഫാൻ ഓഫായാൽ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. അത് ഓടാതിരുന്ന ഭയങ്കര ബഹളം വയ്ക്കും, കരച്ചിലുണ്ടാകും, എല്ലാം ചെയ്യും. അതുപോലെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശപ്പൊക്കെ മാറി ഒന്ന് ഉഷാറായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂക്കി നിലവിളിക്കുമായിരുന്നു. ഭയങ്കര ശബ്ദത്തിൽ കൂക്കി നിലവിളിക്കും. എപ്പോഴും അങ്ങനെയാണ്, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കൂക്കി ഇപ്പോഴും ഇപ്പൊ അവന് 3 വയസ്സാവാറായി. ഇപ്പോഴും അവന് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല സന്തോഷമാണ്, മൂടെ മാറും അവന്റെ. പാട്ട് പാടും. ഇപ്പോഴും അങ്ങനെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഭയങ്കരമായിരിക്കും, കൂക്കി നിലവിളിക്കും, പാട്ട് പാടി നടക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്യും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പലരും പല എക്സ്പീരിയൻസാ പറയുന്നേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? മാം ഞാൻ പറയാം. പറഞ്ഞോളൂ. എന്റെ മോക്കിപ്പോ ഒരു 5 വയസ്സായി. അവളിപ്പോ ഒരു കൊറോണ സമയത്ത് അവള് ജനിച്ചത്. അപ്പൊ വീട്ടിലെല്ലാരും ഉണ്ടല്ലോ, എല്ലാരും ഹസ്ബൻഡ് അനിയൻ, അമ്മ അച്ഛൻ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവരൊന്നല്ല അവക്ക് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ മൂത്തപ്പന്റെ മോനുണ്ട്. അവര് ഒരു ഓട്ടിസം ബാധിച്ച പോലത്തെ ഒരു ചേട്ടനാണ്. ഞങ്ങളെങ്ങാട്ടൊക്കെ ഏജ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാല് ഒരു 10 വർഷം ബാക്കോട്ട് ആളുടെ ബുദ്ധി അങ്ങനെയാ. ഒരു 35 വയസ്സാണെങ്കിൽ ഒരു 20 വയസ്സിന്റെ ബുദ്ധി അങ്ങനെയൊക്കെ കാണിക്കത്തുള്ളൂ. അപ്പൊ ഇവള് ജനിച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. ആൾക്ക് എങ്ങനെയാണ് എടുക്കുക, കുട്ടികളെല്ലാം വരുമ്പോ ആൾക്ക് ഒരു തരം കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷെ ഇവള് ജനിച്ചു കഴിഞ്ഞപ്പോ ആ വ്യക്തിയോടായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ. പോകുന്ന സമയത്ത് കൈ നീട്ടി വിളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആ വ്യക്തിനെ കാണാൻ മാത്രം ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, കൈ നീട്ടി വിളിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളെക്കാട്ടി കൂടുതൽ ചിലപ്പോൾ ആ സമയത്ത് അറ്റാച്ച്മെന്റ് അവർക്ക് ആ ചേട്ടനായിരിക്കും തോന്നുന്നു. ശരിയാണ് ശരിയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. രാജലക്ഷ്മി എന്തെങ്കിലും പറയാനുണ്ടോ? രാജലക്ഷ്മി. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പോ പലരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണ്? അതായത് പല കുഞ്ഞുങ്ങളും പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അല്ലെ? അപ്പൊ നേരത്തെ ജീന പറഞ്ഞു എന്താണ്, വയറ് നിറഞ്ഞു കഴിഞ്ഞാല് കുട്ടി കൂക്കി വിളിക്കും എന്ന് പറഞ്ഞു, അല്ലെ? ഭയങ്കര ഹാപ്പിയാണ് ആള്, നമ്മൾ എന്ത് പറഞ്ഞാലും ആളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ വേറൊരു കുട്ടി പറഞ്ഞു എന്താണ്, കണ്ടല് പൊക്കി കാണിക്കും, അല്ലെ? അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നടുഭാഗം അങ്ങനെ പൊക്കി കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോ പല കുട്ടികളും പല അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് അവര് എന്ത് ചെയ്യുന്നത്, അവരുടെ പാരന്റ്സിനോട് കാണിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയും എന്താണ് കോമൺ ആയിട്ട് നമുക്ക് ഒരു കുട്ടിയുടെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകള് നമുക്ക് എല്ലായിടത്തും ഒന്നായിട്ട് നമുക്ക് കാണാനായിട്ട് അത് സാധിക്കില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിലായിരിക്കും അവര് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാക്കുന്നത്. അത് വോയിസിലായാലും അതുപോലെ തന്നെ ആക്ഷൻസിലൂടെയൊക്കെ എന്താണ് ആ ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് എന്ത് ചെയ്യാം, എഴുതി ഒന്ന് എടുക്കുക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങക്ക്?
ഓക്കെ, എഴുതിയെടുക്കുക കേട്ടോ. 6 to 11 months. എഴുതി കഴിയുമ്പോഴൊന്ന് എന്ത് ചെയ്യാം, തമ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പറയാ എഴുതി കഴിഞ്ഞു എന്നൊന്നും പറയാം. എഴുതി കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരുടെ എഴുതി കഴിഞ്ഞു? ഓക്കെ, നെക്സ്റ്റ് ഏതായിരിക്കും? 12 to അത് ഒന്നും കൂടെ കാണിക്കോ? ഫുൾ ആയില്ല. ഇതാണോ ഇപ്പൊ എഴുതി കഴിഞ്ഞതാണോ? 6 to 11 months. ആ ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഓക്കെ, ഞാൻ മാറ്റാനായിട്ട് പോവാണ് കേട്ടോ. ചാപ്റ്ററിന്റെ നെയിം ലാംഗ്വേജ് ഡെവലപ്മെന്റ് കേട്ടോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് യൂണിറ്റ് 5 കേട്ടോ. ഓക്കെ, പാർട്ട് 2 വരുന്നേ. പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ് യൂണിറ്റ് 5. നെക്സ്റ്റ് 12 to 17 months കേട്ടോ. 12ഉം 17ഉം ക്ലിയർ ആയിട്ട് കാണില്ല, പകുതിയായിട്ടാണ്, ഹാഫ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. 12 to 17 months. ഓക്കെ, കുട്ടിക്ക് 12 മാസം തുടങ്ങി കുട്ടിയുടെ ഒരു 17 മാസം വരെയുള്ള കാലഘട്ടം, അതാണ് അവിടെ പറയുന്നത്. അതായത് 1 വയസ്സ് തുടങ്ങിയിട്ട് ഒരു എന്താ പറയാ, ഒരു 1.5 വയസ്സാകുന്നതിന് മുമ്പായിട്ട് വരെയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്തൊക്കെയാണ് കുട്ടി ലാംഗ്വേജ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻ നോൺ വെർബലി, സേസ് 2 to 3 words to label a person or object, pronunciation may not be clear, tries to imitate simple words, vocabulary of 4 to 6 words. Okay, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കുട്ടിയോട് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കുട്ടിയോട് ചോദിക്കുന്നതെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ആൻസേഴ്സ് പറയുന്നുണ്ട്. അത് നോൺ വെർബലി ആണെന്ന് മാത്രം. ഓക്കെ, അതായത് വെർബലി അല്ല, കൂടുതലും നോൺ വെർബൽ ആയിട്ട് അല്ലെ, അതായത് കൂടുതൽ ആക്ഷൻസിലൂടെയും അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നത് കുട്ടി ആൻസർ ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ. ഓക്കെ, അതുപോലെ തന്നെ ഒരു വ്യക്തിയെയോ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിനെയോ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 or 3 വേർഡ്സുകൾ പറയുന്നു. ഓക്കെ, പക്ഷെ ആ പറയുന്ന വേർഡ്സുകൾ എന്ന് പറയുന്നത് അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണമെന്ന് ഇല്ല. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിനെക്കുറിച്ച് ലേബൽ ചെയ്യുന്നു, അതിനെക്കുറിച്ച് കുട്ടി പറയാനായിട്ട് തുടങ്ങുമ്പോൾ 2 or 3 വേർഡിലായിരിക്കും അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ പറയുന്നത് ഫാമിലിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും, പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ കുട്ടിയെ എന്താ പറയാ, വീട്ടില് പട്ടിയുണ്ട് അല്ലെങ്കിൽ പൂച്ചയുണ്ട്, അപ്പൊ കുട്ടി അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയണം. ഇപ്പൊ പൂച്ചയാണെങ്കിൽ മ്യാവ് മ്യാവ് എന്നാണ് കുട്ടി ചിലപ്പോ എന്ത് ചെയ്യാ അതിനെ പറയാനായിട്ട് തുടങ്ങുക. പൂച്ച എന്ന് ആദ്യം തന്നെ കയറി ഒരു കുഞ്ഞും എന്ത് ചെയ്യില്ല, പറയില്ല. അതിന്റെ ശബ്ദങ്ങൾ മ്യാവ് മ്യാവ് എന്ന് പറയുന്ന ശബ്ദങ്ങളായിരിക്കും കുട്ടി ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തത്തമ്മ ഉണ്ടെങ്കിൽ, ചില വീടുകളിലൊക്കെ പാരന്റ് ഉണ്ടാവില്ല, തത്തമ്മ ഉണ്ടാവില്ല. അപ്പൊ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്ന ഒരു സൗണ്ട് മുതിർന്നവരുടെ കേട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുട്ടികള് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള വേർഡ്സുകൾ കുട്ടി പറയാനായിട്ട് തുടങ്ങാം. പക്ഷെ പറയുന്നതിന് ക്ലിയർ ആയിരിക്കില്ല, പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആവണമെന്നില്ല. അതുപോലെ തന്നെ സിമ്പിൾ വേർഡ്സ് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്ന ചില വാക്കുകൾ എന്ത് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്
തുടങ്ങുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലേസിന്റെ പേര് പറയാണെന്ന് വിചാരിക്കുക, കുട്ടി അതേപോലെ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു, പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വേർഡ്സ് കുട്ടി ഏതെങ്കിലും രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോ നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല കുട്ടി പറയുന്നത്, അവര് പറയുന്നത് കേട്ടിട്ട് നമുക്ക് ചിരി വരാം. അങ്ങനെ ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ? ഏതെങ്കിലും വേർഡ്സുകൾ ഉണ്ടോ എന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾ ഉണ്ടാവും, ധാരാളം വേർഡ്സുകൾ ഉണ്ടാവും അങ്ങനെ പറയുന്നത്. ഓർത്ത് നോക്കി, ആർക്കും ഇല്ലേ? ഒന്നും പറയാനില്ലേ? എന്റെ മോൻ ഫ്രിഡ്ജിന് ഡിഡ് എന്നാണ് പറയാ. അപ്പൊ എന്താ ഈ സംഭവം എന്ന് മനസ്സിലായില്ല. ലാസ്റ്റ് ചൂണ്ടി ഫ്രിഡ്ജിന്റെ അവിടേക്ക് വന്ന് കാണിച്ചപ്പോഴാണ് ഫ്രിഡ്ജാന്ന് പറഞ്ഞത്. ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. അവന് 5 വയസ്സായി. എന്താ പറയുക ഫ്രിഡ്ജിനെ? ഡിഡ് എന്നാ പറയാ. എഫ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ അറിയില്ല. ഡിഡ് എന്ന് നിക്കും. കേട്ടോ, അന്നാറോയി പറഞ്ഞത് കിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാവും, കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന് പറഞ്ഞേ നിങ്ങള് എന്തൊക്കെയാണ്? അതെ മിസ്സേ, കുട്ടികള് ചെറിയ പ്രായത്തില് കാക്കാന്ന് കിട്ടില്ല, താത്ത താത്ത എന്നാ പറയാ. അതെല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് അറിയില്ല. ചില കുട്ടികൾ ഏകദേശം കണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ അതായത് ഇങ്ങനെ ചെറിയ ചെറിയ വേർഡുകൾ പറയുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഇതുപോലെ തന്നെ 1 വയസ്സ് 1.5 വയസ്സുള്ള കുട്ടികൾ കാക്കേനെ കാന്നുള്ളതിനെ താന്ന് പറയും. താത്ത അങ്ങനെ പറയും. കാക്കേനെ കാന്ന് അവർക്ക് കിട്ടില്ല, അപ്പൊ അതിനെ കാന്നുള്ളതിനെ താന്ന് പറയും. അപ്പൊ കാക്കാനെ ഒക്കെ താത്താന്ന് പറയാ, അങ്ങനെ പറയാറുണ്ട്. അതുപോലെ എന്റെ ഒരു കസിന്റെ മോള് ഇപ്പോഴും, ആ കുട്ടിക്ക് ഇപ്പം 8 വയസ്സായി, പക്ഷെ എപ്പോഴും 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്. രാന്ന് കിട്ടില്ല, ലാന്നാ പറയാ അതിനെ. രാന്നുള്ള അക്ഷരം ലാ എന്ന് വെച്ചാ ഇപ്പൊ നാരങ്ങ എന്ന് പറയണ അവിടെ നാലങ്ങ അങ്ങനെയാ പറയാ. അതിപ്പോഴും ആ കുഞ്ഞ് അങ്ങനെ തന്നെയാണ്. ഈ രാന്നുള്ളടത്ത് ലാന്ന് പറഞ്ഞ അങ്ങനെ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലേ സംസാരിക്കുന്നത്. ഇവിടെ ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്, മഴ എന്ന് പറയുന്നതിനെ മര എന്നാണ് പറയുന്നത്. ഓക്കെ മിസ്, എന്റെ മോനാണെങ്കിൽ പിന്നെ ഈ കാർട്ടൂണിനകത്ത് പാട്ട് കേൾക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കാലിൽ മാന്തും കള്ളപ്പൂച്ച മ്യാവെന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു ലൈന്, ഇവിടെ കാലിൽ മാന്തും കള്ളപ്പൂച്ച എന്ന് കേൾക്കുമ്പോഴേ ഇവന് ഇവിടെ മ്യാവെന്ന് സൗണ്ട് ഉണ്ടാക്കിക്കളയും. ആ പാട്ട് കേട്ട ഉടനെ മ്യാവെന്ന് സൗണ്ട് ഉണ്ടാക്കും. സൗണ്ട് ഉണ്ടാക്കും അല്ലേ? വെള്ളത്തിന് ഉമ്പം എന്നൊക്കെ പറയും, മഴയ്ക്ക് മയ്യാന്ന് പറയും, അങ്ങനെ യാടെ പകരം യാന്ന് പറയാ, അങ്ങനെയൊക്കെ ചെയ്യണ്ട്. എന്റെ ആള് 3 വയസ്സായിട്ടുള്ളൂ, അംഗൻവാടി പോണതാണ്. ഇപ്പൊ കുറെ ദിവസമൊക്കെ വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ശരിയാണ്, വെള്ളത്തിനെ ഉമ്പം എന്ന് പറയാറുണ്ട്. ഉമ്പം. പിന്നെ ഫുഡിനെ പാപ്പം എന്ന് പറയാറില്ലേ? അങ്ങനെ പറയാറില്ലേ? പാപ്പം തായോ അങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നു. എന്റെ കുഞ്ഞൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, പാപ്പം താന്ന് അങ്ങനെയാ പറഞ്ഞിരുന്നത് കേട്ടോ. ഫുഡിനെ പറയുന്നത് വിശക്കുമ്പോൾ പാപ്പം എന്നാ പറഞ്ഞിരുന്നത്. ഓക്കെ, പിന്നെ പാപ്പു മാമു അങ്ങനെയൊക്കെ പറയും. എന്താണ്? പാപ്പു മാമു പറയാറുണ്ട്. ഓക്കെ. മാമ, എന്റെ രണ്ടാമത്തെ മോൾക്ക് ഇപ്പൊ 2 വയസ്സായി. അവള് പറയുന്നത് വെള്ളത്തിന് വെമ്പം എന്ന് പറയും. അമ്മച്ചി എന്നുള്ളത് അപ്പച്ചി എന്ന് പറയും. പിന്നെ അപ്പച്ചി അമ്മാന്ന് ശരിക്കും വിളിക്കും, പക്ഷെ അമ്മച്ചി എന്ന് പറയുന്നത് അപ്പച്ചി എന്നാ പറയുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ മരത്തിൽ ഒരു കുരുവിക്കൂട് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുരുവി ചുരുവി എന്ന് പറയും. ചുരുവി എന്നല്ലേ? ഓക്കെ. പല്ലി പാറ്റ എല്ലാം പാമ്പിയാണ്. ഓക്കെ. പല്ലിനെയും പാറ്റിനെയും കണ്ടല് പാമ്പി എന്ന് വിളിക്കും അല്ലെ? ഓക്കെ. റ എന്നത് വായ എന്നാണ് പറയുന്നത്. ഓക്കെ. ഒന്നും പറയാണ്ട് മീമി എന്നൊക്കെ പറയും. മീമി. അത് ശരിയാണ്. അത് കുഞ്ഞുങ്ങൾ സാധാരണ പറയുന്നതാണ് അല്ലെ? മീൻ, അതായത് മീൻകറി വേണമെന്നുള്ള മീമി എന്ന് പറയാറുണ്ട്. അതായത് ഇപ്പൊ മീൻകാരനൊക്കെ വരുമ്പോഴ് ഫിഷ് കൊണ്ടൊക്കെ ആൾക്കാർ വരില്ലേ, അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെല്ലുമല്ലോ അതിന്റെ അടുത്ത്. അപ്പൊ മീമി, അതായത് നമ്മള് മീനാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് മീമി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ. ഓക്കെ.
എന്റെ ചേട്ടന്റെ കുട്ടി ഇതുപോലെ അമ്മ എന്നുള്ളതിന് അബ്ബ എന്നാ പറയാ. ഓക്കെ. ഇനി ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളുണ്ടോ? കോഴിക്കുഞ്ഞുങ്ങൾ, കോഴിയെ വളർത്തുന്ന വീടുകളൊക്കെ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കോഴിയൊക്കെ വളർത്തുന്നുണ്ടോ? എന്റെ മിസ്സേ, എന്റെ മോള് ചെറുപ്പത്തെ ടോയി പറഞ്ഞുകൊണ്ട് കോഴിയുടെ പുറകെ ഓടാറുണ്ട്. ബാബാന്നും പറയാറുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ കാണുമ്പോ ബബ്ബ പറയും. അതുപോലെ തന്നെ വീട്ടിലൊരു പൂച്ചയുണ്ട്. പൂച്ചയുടെ പേര് ടെസ എന്നാ. അവൾക്ക് പക്ഷെ പറയാൻ കിട്ടണ്ടേ അമ്മ താ പോണോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും അവള് വിളിക്കും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വിളിക്കും. 2.5 വയസ്സായിട്ടുള്ളൂ, ആവുന്നേ ഉള്ളൂ. അംഗൻവാടി പോകുന്നുണ്ട് ഇപ്പൊ അവള്. പോകുന്നുണ്ട് അല്ലേ? അത് മൂത്ത ആള് എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അതിനെയൊക്കെ പറയാനായിട്ട് അവള് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. കഥ വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഥ പറയാൻ വേണ്ടിയിട്ട് ബുക്ക് കഥ പറഞ്ഞുതാ പറഞ്ഞിട്ട് പുറകെ നടക്കും. നമ്മളെ വഴക്ക് പറയും. കഥ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ട് നടക്കും. പശുവിനെയൊക്കെ ഉമ്പാന്ന് വിളിക്കും. എന്താണ്? പശുവിനെയൊക്കെ ഉമ്പാന്നൊക്കെ പറയുന്നത്. അത് ശരിയാ. പശുവിനെയൊക്കെ ഉമ്പാന്ന് വിളിക്കും. എവിടെയെങ്കിലും പോവാനാണെങ്കിൽ ഇനി എന്തെങ്കിലും സ്ഥലത്തിന്റെ പേര് ഇപ്പൊ കോതാങ്കൽ എന്ന് പറയുവാണെങ്കിൽ അങ്ങനെ കായ്ത്ത അക്ഷര ഉപയോഗിക്കാറ് കൂടുതലും. ഓക്കെ. അപ്പൊ പറയാൻ വാക്ക് വരില്ല. വാഴ എന്നുള്ളതിന് വായ. എന്റെ മോനും അങ്ങനെ പറയാം. വായ എന്ന് പറയാ. എന്നുള്ളത് തിരിയില്ല. മയ അങ്ങനെയൊക്കെ പറയാ. മയ, വായ, കോയി അങ്ങനെയൊക്കെ പറയാ. അപ്പൊ ആ എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ കിട്ടില്ല. ശരിയാണ്. അതൊക്കെ ശരിയാവട്ടോ. എന്റെ മോനും അങ്ങനെ പറഞ്ഞിരുന്നേ. മയ എന്നാ പറഞ്ഞിരുന്നത്. മയ വന്നൊക്കെ പറഞ്ഞിരുന്നേ. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് പറയും. നമ്മള് ചെറുപ്പം മുതലേ തന്നെ അവനോട് അങ്ങനെ കൊഞ്ചിട്ട് സംസാരിക്കാറില്ല. ഒരു വലിയൊരാളോട് എങ്ങനെ സംസാരിക്കുക ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് പറയും. പക്ഷെ ഈ ചില വേർഡ്സ് അവന് ഉച്ചരിക്കാൻ കിട്ടില്ല. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ. അതുപോലെ കഴിച്ചോ എന്ന് ശരിക്കും ചോദിക്കാം. അപ്പൊ കേച്ചോ അങ്ങനെ ചോദിക്കുള്ളൂ. ചോ എന്നാ ചോദിക്കുക. ചോ എന്നല്ലേ? കേച്ചോ എന്ന്. ആ കഴിച്ചോ ഉച്ചരിക്കാൻ കിട്ടാത്തത് കൊണ്ട് കേച്ചോ എന്നാണ് ചോദിക്കുക. കഴിച്ചോ എന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കാൻ അറിയില്ല. നല്ല രസമുണ്ടല്ലോ എല്ലാവരുടെ ഇങ്ങനെ ഇത് കേൾക്കാനായിട്ട്. കുഞ്ഞുങ്ങൾ ഓരോരോ ഇത് പറയുന്നത്. പിന്നെ മിസ്, എന്റെ ഉമ്മയുടെ പേര് ഉമ്മൈവ എന്നാണ്. മിസ് കേട്ടിട്ടുണ്ടാവോ പേര് ഉമ്മൈവ? പക്ഷെ എന്റെ അമ്മ വിളിക്ക ഉലുവ വിളിക്ക. അതെത്ര തിരുത്താൻ ശ്രമിച്ചിട്ടും തിരുത്താൻ പറ്റണില്ല. ഉലുവ എന്നാണ് അവൻ വിളിക്കുക, ഉമ്മൈവാനെ. മിസ്സേ, വീട്ടിലെ ഈ മറ്റേ ഒരു വയലറ്റ് കളറുള്ള ഒരു മുളകില്ലേ, ഉണ്ടമുളക്, അതുണ്ട്. അപ്പൊ കുഞ്ഞ് ചെറുതില് വന്നിട്ട് പറയും അമ്മ മുന്തിരിങ്ങ എന്നാ ഉദ്ദേശിക്കുന്നേ. അമ്മ ഉന്തിങ്ങ എന്ന് പറഞ്ഞിട്ട് വരും. രായില്ല, മുന്തിങ്ങ അത് പറഞ്ഞിട്ടാ വരിക. അപ്പൊ അത് കഴിക്കരുത് എന്ന് പറയും. പക്ഷെ അവൻ അത് കേൾക്കാതെ എടുത്ത് കടിച്ചു. ഒരു ദിവസം അതൊക്കെ എടുത്ത് കടിച്ചു. പിന്നെ അതിനുശേഷം അത് കാണുമ്പോ നോക്കും എരു. അപ്പൊ അതിനുശേഷം പിന്നെ അത് തൊടാൻ പോവാറില്ല. പിന്നെ അതിന്റെ എക്സ്പ്രഷൻ അത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കും അത് കാണുമ്പോ. പിന്നെ ജീനു പറഞ്ഞോ? പറയാനുണ്ടായിരുന്നോ? പറഞ്ഞു ടീച്ചർ. ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ. ടീച്ചർ, എന്റെ മിസ് കുഞ്ഞിതുപോലെ റംബുട്ടാൻ വേണമെങ്കിൽ ബുട്ടാൻ വേണം, ബൂ വേണമ്മ, അത് വേണം എടുത്തതാന്ന് പറയാ. മിഠായിനെ കറക്റ്റ് ആയിട്ട് പറയില്ല. ടൈ പറഞ്ഞിട്ട് നടക്കും. മിസ്, എന്റെ മൂത്ത മോനെ വർത്താനം പറയാൻ തുടങ്ങിയപ്പോ ചില വേർഡുകളൊക്കെ തിരിച്ചു പറഞ്ഞായിരുന്നു ക്ലിയർ ആയിട്ട്. ഇപ്പൊ പല്ല് തേപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തുപ്പട്ടെ എന്നുള്ളതിനെ നിക്കമ്മ നിക്ക, പുത്തട്ടെ പറയും. പാല് കുപ്പി എന്നുള്ളതിനെ പാല് പുക്കി, അങ്ങനെ പുക്കി. അങ്ങനെ തിരിച്ചു പറയും. ഇപ്പൊ ശരിയായി. ഓക്കെ. അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുട്ടി ഉപയോഗിക്കുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു അല്ലെ? ഇനി അതുപോലെ തന്നെ സിമ്പിൾ വേർഡ്സ് അതാണ് പറഞ്ഞത്. പിന്നെ വൊക്കാബുലറി ഓഫ് 4 to 6 വേർഡ്സ്, 4 തുടങ്ങി 6 വേർഡ്സ് വരെയുള്ള വൊക്കാബുലറീസ്, വാക്കുകൾ അവര്
പറയാനായിട്ട് തുടങ്ങുന്ന സമയമാണെന്ത് ഈ ഒരു 12 to 17 months എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എത്രയാണ്? 4 തുടങ്ങി മാക്സിമം 6 വാക്കുകൾ വരെ പുതിയ പുതിയ വേർഡുകൾ അവർ പറയാനായിട്ട് തുടങ്ങും. അതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാകാം. അതവരെ ഇമിറ്റേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ക്ലിയർ ആവുന്ന ഒരു പ്രൊനൗൺസിയേഷൻ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി പറയാനായിട്ട് തുടങ്ങും. എഴുതിയെടുത്തോ നിങ്ങളത്? എഴുതിയെടുത്തോ അല്ലേ? നെക്സ്റ്റ് വൺ 18 to 23 months. അതായത് കുട്ടിക്ക് 18 മാസം തുടങ്ങി കുട്ടിക്ക് 2 വയസ്സാകാൻ പോകുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് ആരെങ്കിലും ആക്ഷൻ സോങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ റോൾ പ്ലേ ചെയ്തോ? റോൾ പ്ലേ ചെയ്തോ? ഇല്ല മിസ്, ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് റോൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ലേ? അത് മാം ശരണ്യ മാം പറഞ്ഞത് ആക്ഷൻ സോങ് എല്ലാരും കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോ അടുത്തതിലോട്ട് കടക്കാന്നാ പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത് അല്ലേ? ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ എല്ലാവരും ഓവറോൾ കംപ്ലീറ്റ് ചെയ്തോ? എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ ആക്ഷൻ സോങ്? ഇതറിയില്ല മാം. അറിയില്ല അല്ലേ? ചെയ്യാനുണ്ടെന്നാ പറഞ്ഞേ. കുറച്ചു പേരും കൂടെ ചെയ്യാനുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്, ശരണ്യ മിസ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു പേര് അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ ശരിക്കും പ്രിപ്പയർഡ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പേര് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് അടുത്ത പ്രാവശ്യം എന്താണേലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാരും തന്നെ കഴിഞ്ഞു, കുറച്ചു പേരെന്നെ ഉള്ളൂ. കുറച്ചു പേരല്ലേ ഉള്ളൂ. ആരെങ്കിലും ഒരാളൊന്ന് എനിക്ക് വേണ്ടി വന്നിട്ടൊന്ന് ചെയ്ത ഒരു ആക്ഷൻ സോങ് ചെയ്തേ. ഒരാള് ആരാ ചെയ്യാ? മീന മോള് തന്നെ ചെയ്യോ? ഒന്ന് ഒരു ആക്ഷൻ സോങ് ചെയ്യോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രോപ്പർട്ടീസ് വെച്ചാ ചെയ്തത്. ഞാനത് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണോ ചെയ്തത്? ഫസ്റ്റ് ഞാനൊരു ദോശ അത് വെച്ചിട്ടാണ് നമ്പേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദോശ ഫാദർ ഹാഡ് 2 ദോശ അങ്ങനെ കഴിക്കുന്നു ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നേ. അപ്പൊ അതിന് നമ്പേഴ്സിന്റെ കാർഡുകൾ കാണിച്ചിരുന്നു. ഞാൻ ഇന്നത് എടുത്തിട്ടില്ല, വേറെ റൂമിലായിരിക്കുന്നത്. ഓക്കെ, സാരമില്ല. നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് കാണിച്ചു തന്നാൽ മതി കേട്ടോ. കാണിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. വേറെ ആരാണ് എളുപ്പം ഒന്ന് ചെയ്യാനായിട്ട്? ആരാ റെഡി ആയിട്ടിരിക്കുന്നേ ആക്ഷൻ സോങ്? ഐഷത്ത് നദീനയോ? ഐഷത്ത് റെഡിയാണോ? ഓക്കെ. ചെയ്തോളൂ കേട്ടോ. Jack and Jill went up the hill to fetch a pail of water. Jack fell down, bumped his head. Jill came trembling after. Okay, very good. Okay, ഐഷത്ത് ചെയ്തു. പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണോട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഡിലേ ഒന്നും പാടില്ല. അവര് ചെയ്തു, ഇവര് ചെയ്തു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു, അങ്ങനെയൊന്നും വേണ്ട. ടീച്ചേഴ്സ് ആവശ്യപ്പെടുമ്പോൾ അപ്പൊ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്കിനി ഇതിലേക്ക് തന്നെ വരാം. ഓക്കെ, ഒന്ന് നോക്കിയേ നിങ്ങള്. വൊക്കാബുലറി ഓഫ് 15 വേർഡ്സ്. 50 വാക്കുകൾ. അതായത് 2 വയസ്സാകുന്നതിന് 2 വയസ്സാകാറായി 1 മാസം മാത്രം ബാലൻസ് ഉള്ളൂ അല്ലെ? അപ്പൊ ആ ഒരു സ്റ്റേജിലുള്ള കുട്ടികള് 50 വേർഡ്സ് ഉള്ള വൊക്കാബുലറി പറയാനായിട്ട് തുടങ്ങും. അതായത് 50 വൊക്കാബുലറി എന്ന് പറയുന്നത് 50 വേർഡ്സിൽ ഒതുങ്ങുന്നവരുടെ കേട്ടോ. പുതിയ പുതിയ വേർഡ്സുകള് പറയാനായിട്ട്, കൂടുതൽ വേർഡ്സുകൾ പറയാനായിട്ട് അവര് തുടങ്ങുന്നതായിരിക്കും. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമായിരിക്കില്ല, പുറത്തു നിന്നുള്ളവരെ നെയ്ബേഴ്സിനെയൊക്കെ ഒരു പേരെടുത്ത് പറയാനായിട്ട് അത് തുടങ്ങുന്ന ഒരു സമയമാണിത് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഓഫൺ അൺക്ലിയർ. പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവണമെന്നില്ല. ആ ഒരു സമയത്തും കുട്ടിക്ക് ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടായിരിക്കില്ല വരുന്നത്. ചിലപ്പോ തെറ്റായിട്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ അവര് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്.
തെറ്റായിക്കോട്ടെ, പക്ഷെ വേർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ആസ്ക് ഫോർ കോമൺ ഫുഡ്സ് ബൈ നെയിം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് ഫുഡ്സ് അവരെന്ത് ചെയ്യുന്നു, കോമൺ ഫുഡുകൾ അവര് പേരെടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങുന്നു. മുമ്പ് നിങ്ങൾ അവരെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചതെങ്കിൽ ഇപ്പൊ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവർക്ക് കൂടുതൽ രുചികൾ അറിയാം. അതായത് ഓരോരോ ഫുഡ് അവർക്ക് കൊടുക്കുമ്പോഴും കൂടുതൽ രുചികള്, ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അവർക്ക് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും. ചിലർക്ക് വെജിറ്റബിൾസ് ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് ഫ്രൂട്ട്സ് ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് മിൽക്ക് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് എഗ് ഇഷ്ടമായിരിക്കാം. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. ഓക്കെ, അപ്പോ അവരുടെ ഇഷ്ടം എന്താണോ അത് നോക്കിയിട്ട് അത് നിങ്ങളോട് എന്ത് ചെയ്യുന്നു, പേരെടുത്ത് പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ മീനാണ്, ഇപ്പൊ ചോറ് അവർക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ വാരിയാണല്ലോ കൊടുക്കുന്നത്, അതായത് കുഞ്ഞിനെ കഴിപ്പിക്കാണല്ലോ ചെയ്യുന്നത്, 2 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവര് ഇപ്പോ ഫിഷ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ മീമി എന്താണ് ആ ഒരു ഭക്ഷണം ഫുഡ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് പറയാനായിട്ട് തുടങ്ങും. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതും ആയിക്കോട്ടെ അതിന്റെ പേരെടുത്ത് നിങ്ങളോട് അത് ആവശ്യപ്പെടും, എനിക്കത് വേണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വാശി പിടിക്കും. ചിലപ്പോ അതില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല എന്നൊരു ഇതുവരെ അവർക്ക് ഉണ്ടാവും. അങ്ങനെ നിങ്ങളോട് ചോദിക്കാറുണ്ടോ കുഞ്ഞുങ്ങള്, എനിക്ക് ഇന്ന ഭക്ഷണം വേണം അമ്മയെന്ന് പറയാറുണ്ടോ? ചിലപ്പോ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആവണമെന്നില്ല കേട്ടോ. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആവണമെന്നില്ല, അവർ ആക്ഷൻസിലൂടെ ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ 2 or 3 വേർഡ്സിൽ അല്ലെങ്കിൽ 2 or 3 ലെറ്ററിൽ ഒതുക്കിയിട്ട് അവർ പറയും അത് എനിക്ക് വേണമെന്ന്. അപ്പൊ അങ്ങനെ പറയാറുണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ ഓരോ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. പല കുട്ടികൾക്കും പല ഇഷ്ടങ്ങളാണ് ഉണ്ടാവുക. ഒരാള് ഫിഷ് ചോദിക്കുകയാണെങ്കിൽ മറ്റൊരാള് വെജിറ്റബിൾസ് ആയിരിക്കും ചോദിക്കുക. ഇനി വേറൊരാളാണെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ പല പല ഇഷ്ടങ്ങൾ. ചില കുട്ടികളാണെങ്കിൽ പാൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവും, ചില കുട്ടികൾക്ക് പാൽ ഇഷ്ടമേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള ധാരാളം കുട്ടികൾ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ഇഷ്ടം എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വരാം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കുഞ്ഞിന് ഏതാണ് ഇഷ്ടമെന്ന് നിങ്ങൾക്കറിയാം. അതെന്തുകൊണ്ടാണ് ആ കാരണം എന്നും കൂടി എന്ത് ചെയ്യാം ഒന്ന് അടുത്ത ക്ലാസ്സിൽ എന്നോട് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നീനാമോളുടെ കുഞ്ഞിന് മീനാണ് ഇഷ്ടം എന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് ആ ഫിഷ് ഇഷ്ടപ്പെടാനായിട്ട് ഒരു കാരണം ഉണ്ടാകും. ഓക്കെ, ചിലപ്പോ കുഞ്ഞിനെ ചെറുപ്പത്തിലെ തുടങ്ങി അത് കൊടുത്തു തുടങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുഞ്ഞ് ആ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ട് അത് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ കുഞ്ഞിന്റെ ഇഷ്ട ഭക്ഷണം എന്താണ് നിങ്ങളോട് എപ്പോഴും കുഞ്ഞുങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, അതിന്റെ കാരണം എന്താണെന്ന് കൂടെ എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. ഇത് തീർന്നിട്ടില്ല കേട്ടോ. വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. 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 Thank you, ma'am.